ഫ്രണ്ട്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ഷെയർ ടിപ്സിലേക്ക് സ്വാഗതം. ആക്ച്വലി മാർക്കറ്റിൽ ഒട്ടുമിക്ക നല്ല സ്റ്റോക്സുകളും ഹയർ വാല്യുവേഷൻസിലാണുള്ളത്. ഇപ്പോൾ ഈ ഒരു വാല്യുവേഷൻസിൽ വാങ്ങിയാൽ പണി കിട്ടുമോ അല്ലെങ്കിൽ കുറച്ചും കൂടെ അപ്സൈഡ് ഉണ്ടോ എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത്. നല്ല ഷെയർസൊക്കെ ഓവർ വാല്യൂഡാണ്. ഇനി നെക്സ്റ്റ് റിസൾട്ടും അവർ കിട്ടുന്ന ഓർഡറും അതിൻ്റെയൊക്കെ ബേസിലായിരിക്കും ഇനി നെക്സ്റ്റ് മൊമെൻറ്റം വരാം. ഒരു ഫണ്ടമെൻ്റൽ നല്ല സ്റ്റോക്ക് അങ്ങനെ തന്നെയാണ് കയറുന്നത്. ആദ്യം പി റേഷ്യോ വളരെ കുറവായിരിക്കും, പിന്നെ അതിൻ്റെ റിസൾട്ടും നെറ്റ് പ്രോഫിറ്റ് കൺസിഡർ ചെയ്ത് അവർ ഓർഡർ അനുസരിച്ച് കയറിപ്പോയി ഇൻട്രസ്റ്റ് പീരീഡ് ഈക്വലെത്തും. അപ്പോൾ അത് ഓവർ വാല്യൂഷനാവും, കുറച്ച് കറക്ഷൻ വരും. പിന്നീട് വീണ്ടും ആ ഓർഡർ കണ്ടിന്യൂ ചെയ്യാണ്. നെറ്റ് പ്രോഫിറ്റ് കൂടാണെങ്കിൽ വീണ്ടും ആ റേറ്റിൽ പിന്നെയും പോകും. അതിനൊക്കെ നമ്മൾ ക്ഷമയോടുകൂടി ഹോൾഡ് ചെയ്തിട്ടുണ്ട് ഫണ്ടമെൻ്റൽ സ്റ്റോക്സ് നമുക്ക് ഫുൾ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഓവർ വാല്യൂഷൻ ആകുമ്പോൾ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പീരിയഡും കുറച്ച് കൂടുതലാകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് സ്റ്റോക്ക് സെൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴത്തെ വീണ്ടും വാങ്ങി ആ സ്റ്റോക്ക് തന്നെ അക്യുമുലേറ്റ് ചെയ്ത് നമ്പർ ഓഫ് ഷെയർസ് കൂട്ടാൻ സാധിക്കും. ഇപ്പോഴുള്ള മാർക്കറ്റിൽ സ്റ്റിൽ നല്ല ഫണ്ടമെൻ്റൽ വാല്യൂഷനുള്ള സ്റ്റോക്സ് ഒരുപാടെണ്ണം ഇപ്പോഴും വളരെ റീസണബിൾ വാല്യൂഷൻസിലുണ്ട്. 3-4 സ്റ്റോക്ക് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. 1 by 1 ആയിട്ട് ഞാൻ വീഡിയോ ഇടും. ഇന്ന് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത ഒരു സ്റ്റോക്ക് ഒരു 1-1.5 കൊല്ലം മുന്നേ ഞാൻ റെക്കമെൻഡ് ചെയ്ത് 140 ലെവലിൽ റെക്കമെൻഡ് ചെയ്തിട്ട് 6-7 മാസം ഒരു അനക്കവും ഇല്ലാതെ കിടന്ന് അതിന് ശേഷം അവിടെ നിന്ന് പറന്ന് ഡബിളായിട്ട് 200-300% റിട്ടേൺ എൻ്റെ വ്യൂവേഴ്സിന് കൊടുത്ത ഒരു സ്റ്റോക്കാണ്. കമ്പനി പേര് വെൽസ്പൻ കോപ്പ് ലിമിറ്റഡ്. അതിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഫാക്ടേഴ്സ് ആ ഒരു കമ്പനിയിലുണ്ട്. റീസെൻ്റ്ലി 2 ദിവസം മുന്നേ അവർക്ക് കിട്ടിയൊരു ഓർഡർ, ആ ഓർഡറിന് ബേസിലായി വീണ്ടും ആ സ്റ്റോക്കെ പറ്റി നോക്കുമ്പം സ്റ്റോക്ക് ഇപ്പം സ്റ്റിൽ ചീപ്പിലാണ് കിടക്കുന്നത്. അങ്ങനെ അവൈലബിളായ വളരെ കുറച്ച് സ്റ്റോക്സേ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. വെൽസ്പൻ കോപ്പിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. എന്തുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം, ഈ ഒരു റേഞ്ച് ഇതിലിപ്പം നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഇനി കുറച്ച് കറക്ഷൻ വന്നാലോ ഇല്ലെങ്കിൽ എന്തായാലും 100% റിട്ടേൺ ഈ ലെവലിന് ഡബിൾ ആവുന്ന കാര്യം ഉറപ്പാണ്. നിങ്ങളൊരു അനദർ 7 months to 1 year ഹോൾഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ 100% വെൽസ്പൻ കോപ്പ് ഈ നിലവിൽ റേറ്റിൽ നിന്നും 100% എപ്രിസിയേഷൻ കിട്ടും. വെൽസ്പൻ കോപ്പ് എന്ന കമ്പനിയിലേക്ക് നോക്കാം. അത് പൈപ്പ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. പൈപ്പ് സൊല്യൂഷൻസ് ആൻഡ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ഒരു കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് വെൽസ്പൻ കോപ്പ്. കുറച്ച് പോയിൻറ്റ്സ് ഞാൻ ഇവിടെ നോട്ട് വെച്ചിട്ടുണ്ട്. അത് പറഞ്ഞാൽ തന്നെ കമ്പനീൻ്റെ ക്വാളിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഓൾറെഡി പറഞ്ഞ് പൈപ്പ് സൊല്യൂഷൻസ് ആൻഡ് ബിൽഡിംഗ് മെറ്റീരിയൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് വെൽസ്പൻ കോപ്പ്. ഒരു സൂപ്പർ പ്രൊമോട്ടേഴ്സിൻ്റെ ഒരു സബ്സിഡിയറി കമ്പനി കൂടിയാണ് വെൽസ്പൻ കോപ്പ്. ഈ പൈപ്പിൻ്റെ ഭാഗമായിട്ട് അവർ റീസെൻ്റ്ലി 2023 നമ്മൾ സിൻറ്റെക്സ് എന്ന സ്റ്റോക്ക് എക്വയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സിൻറ്റെക്സ് വെൽസ്പൻ കോപ്പിൻ്റെ ഭാഗമാണ്. സിൻറ്റെക്സിൻ്റെ എല്ലാ പ്രൊഡക്ട്സും നമുക്കറിയാം, വളരെ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്, അറിയപ്പെടുന്ന പ്രൊഡക്റ്റാണ്. ഇപ്പോൾ സിൻറ്റെക്സിൻ്റെ പ്രൊഡക്റ്റ് ആക്ച്വലി സിൻറ്റെക്സിൻ്റെ സബ്സിഡിയറി കമ്പനി ഇപ്പം ആയി മാറിയിട്ടുണ്ട് വെൽസ്പൻ കോപ്പിൻ്റെ. പക്ഷെ ഇതൊന്നുമല്ല ഞാൻ ബെറ്റ് ചെയ്യുന്ന വെൽസ്പൻ കോപ്പിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഇനി നെക്സ്റ്റ് ഒരു സെക്ടർ അറൈസ് ചെയ്ത് വരുന്നുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ടർ. അത് വാട്ടർ ട്രീറ്റ്മെൻറ്റ്, വാട്ടർ എൻജിനീയറിംഗ് എന്ന് വേണമെങ്കിൽ അതിന് പറയാം. അതിന് ബേസിൽ ഒരു കമ്പനി വാട്ടെക് വെബാക്ക് ഞാൻ ഓൾറെഡി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. മൾട്ടി ബാഗ് റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട് എല്ലാ വ്യൂവേഴ്സിനും. ഈ കമ്പനിയിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സാധാരണ പൈപ്പല്ല നമ്മൾ വാട്ടർ ട്രീറ്റ്മെൻറ്റ്സിന് ഉപയോഗിക്കുന്നത്. DI പൈപ്പ്സ് എന്ന് പറയും. അതായത് ഡക്റ്റൈൽ അയേൺ പൈപ്പ്സ്, ഇതിനാണ് DI പൈപ്പ്സ്. ഇതാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതിൽ വളരെ അധികം കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു മോണോപ്പൊളി കമ്പനിയാണ് വെൽസ്പൻ കോപ്പ്. ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു കമ്പനിയാണ് വെൽസ്പൻ കോപ്പ്. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ്, നമ്മൾ പെട്രോൾ LNG മാതിരിയുള്ള കടലിനടിയിൽ കൂടെ ഇടുന്ന പൈപ്പൊക്കെയാണ് ഇത് ഓൾറെഡി ഉണ്ടാക്കുന്നത്. പക്ഷെ അതിലും ഡിഫറെൻ്റ് ആണ് ഈ ഒരു പൈപ്പ്.
അപ്പോൾ അതും കൂടെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് വെൽസ്പൻ കോപ്പ്. അപ്പം ഭാവിയിൽ വാട്ടർ ട്രീറ്റ്മെൻറ്റ്, വാട്ടർ ഇൻഫ്രാസ്ട്രക്ചറിൽ അത്ര ഉന്നതി കൊടുക്കുന്നതിന് തന്നെ ഈ ഒരു പൈപ്പ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി നിലക്ക് വെൽസ്പൻ കോപ്പിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതിലേറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഇതാണ്. രണ്ടാമത് പോയിൻ്റ് ഞാൻ നോട്ട് ചെയ്തത്, വെൽസ്പൻ കോപ്പ് എന്ന കമ്പനി ഇന്ത്യയിൽ അറിയപ്പെടുന്ന കമ്പനിയല്ല, 50 രാജ്യങ്ങളിൽ പ്രസൻസ് ഉള്ള കമ്പനിയാണ്. വെൽസ്പൻ കോപ്പിൻ്റെ പ്രൊഡക്റ്റ് പല കമ്പനീസും ഉപയോഗിക്കുക, ഓയിൽ ആൻഡ് എക്സ്പ്ലോറേഷൻ കമ്പനീസിലുള്ള പല കമ്പനീസും വേൾഡ് ഓവർ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് വെൽസ്പൻ കോപ്പിൻ്റെ പ്രൊഡക്റ്റാണ്. നമ്മൾ ഇന്ത്യയിൽ അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. ഈ ഹോഴ്സ് റേസിംഗ് സംബന്ധിച്ചുള്ള സൂപ്പർ ഹൗസ് എന്ന പ്രൊഡക്റ്റ് സാധനങ്ങളെ മറ്റ് രാജ്യങ്ങൾ വാങ്ങാറുള്ളൂ, SH എന്ന മാർക്കിൽ വാങ്ങുള്ളൂ. അത് അധികം അറിയില്ല. സെയിൽ എന്ന സ്റ്റീലിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് മറ്റ് രാജ്യങ്ങൾ കൊടുക്കുന്നത്. അത് കിട്ടാണ്ടായാൽ മാത്രമേ വേറെ സ്റ്റീൽ പ്രൊഡക്ട്സ് നോക്കുള്ളൂ ക്വാളിറ്റി വൈസ്. അതേമാതിരി ക്വാളിറ്റിയുള്ള അധികം ഈ ഓയിൽ എക്സ്പ്ലോറേഷൻ ഇത് ഉപയോഗിക്കുന്ന പൈപ്പ്സ് ഓൾ ഓവർ വേൾഡ് ഫസ്റ്റ് പ്രിഫറൻസ് അവർ കൊടുക്കുന്ന വെൽസ്പൻ കോപ്പ്. എത്രത്തോളം നല്ല കമ്പനിയാണത്, ക്വാളിറ്റി വൈസ് എത്ര നല്ല കമ്പനി, എത്ര നല്ല മാനേജ്മെൻറ്റ് കമ്പനിയാണെന്ന് നമുക്കിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം വേറൊരു ന്യൂസ് ബേസിലാണ് ഞാൻ നോക്കിയെന്ന് പറഞ്ഞ വെൽസ്പൻ കോപ്പ്. ന്യൂസ് എന്താണെന്ന് വെച്ചാൽ വെൽസ്പൻ കോപ്പിൻ്റെ അസോസിയേറ്റ്സിന് അത് ഈസ്റ്റ് പൈപ്പ് ഇൻഡിക്കേറ്റഡ് കമ്പനി എപ്പിക് എന്ന് പറയും, ഇവർക്ക് 3670 കോടീൻ്റെ കോൺട്രാക്റ്റ് കിട്ടിയതെന്ന് വെച്ചാൽ അരാംകോ എന്ന് പറഞ്ഞാൽ ഒരു ദുബായ് ബേസ്ഡ് കമ്പനിയാണ്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള, വളരെ വെൽ മാനേജ്ഡ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് അരാംകോ. അവരുടെ അടുത്ത് നിന്നാണ് 3670 കോടീൻ്റെ ഓർഡർ വെൽസ്പന് കിട്ടിയത്. അതിന് സ്റ്റീൽ പൈപ്പ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ മാനേജ്മെൻറ്റ് കമൻറ്റ് കൊടുത്ത് അതിൻ്റെ ഇമ്പാക്റ്റ് ഓഫ് ഫിനാൻഷ്യൽ, ആ ഒരു ഓർഡർ കിട്ടിയതിൻ്റെ ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് ഈ ഇയർ ലാസ്റ്റിലോ അടുത്ത ഫിനാൻഷ്യൽ ഇയർ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതിൻ്റെ മീനിങ് എന്താണെന്ന് ആക്ച്വലി മനസ്സിലായിട്ടില്ല. ഈ ഒരു കാരണത്താലാണ് കുറച്ച് ഡൗൺ സൈഡിലേക്ക് സ്റ്റോക്ക് പ്രൈസ് വന്നത്. സ്റ്റിൽ ഓർഡർ ഇത്. അപ്പോൾ ഞാനത് നോക്കുന്ന സമയത്ത് അതിൻ്റെ റിസർവ് നല്ല റിസർവ് 5455 കോടി റിസർവുള്ള കമ്പനിക്ക് ഒരു 3600 കോടിൻ്റെ ഓർഡറിന് ഇത്രമാത്രം ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് എന്താ വരുന്നതെന്ന് അറിയില്ല. ഈ ഒരു ന്യൂസിൽ ചെറിയതായി അടിച്ചു. പക്ഷേ ഈ ഓവറോൾ മാർക്കറ്റ് അടിച്ചപ്പോഴും മാക്സിമം 470 ലെവലിലേക്കാണ് ആ സ്റ്റോക്ക് വന്നത്. 4670 ലെവലിൽ നല്ലൊരു ബേസ് സപ്പോർട്ടുള്ള ഒരു സ്റ്റോക്കാണ് വെൽസ്പൻ കോപ്പ്. നമ്മളിപ്പോൾ പ്രസൻറ്റ് മൂവ്മെൻറ്റും അല്ല, ഇത് നല്ലൊരു ഫണ്ടമെൻ്റൽ നല്ല സ്റ്റോക്കാണ്. ലോങ് ടൈം വ്യൂവിലേക്ക് വെക്കുകയാണെങ്കിൽ വളരെ 5-6 മാസം കൊണ്ട് 700 റുപ്യയിലേക്കും ഒരു കൊല്ലമൊക്കെ വെക്കുകയാണെങ്കിൽ 1000-1500 ഒക്കെ പോകാനുള്ള കപ്പാസിറ്റി ഉള്ളൊരു കമ്പനിയാണിത്. വെൽസ്പൻ കോപ്പ് വേൾഡ് ഫേമസ് കമ്പനിയാണ്. അവർ വാട്ടർ ട്രീറ്റ്മെൻറ്റിൽ സ്പെഷ്യലൈസ്ഡ് ചെയ്ത ഡക്റ്റൈൽ അയൺ പൈപ്പ്സ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. റീസെൻ്റ് 3600 കോടിന് ഓർഡർ കിട്ടിയതിന് പുറമെ തന്നെ അവർക്ക് ഒരുപാട് ഓർഡറുണ്ട്. 40-40,000 കോടിന് ഓർഡർ കൈവശം വെക്കുന്ന ഒരു കമ്പനിയാണ്. വേറെ കുറച്ച് പോയിൻറ്റ്സും കൂടെ. നെറ്റ് പ്രോഫിറ്റ് 191 കോടി മാർച്ചിൽ കാണിച്ചൊരു കമ്പനിയാണ്. ഷെയർ ക്യാപിറ്റൽ 130 കോടിയേ ഉള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു സ്പാർക്ക് അല്ലെങ്കിൽ FI ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അടിച്ച് കയറി നിരന്തരമായി കയറി പോകാൻ, സർക്യൂട്ട് അടിച്ച് കയറി പോകാൻ സാധ്യതയുള്ള കമ്പനിയാണ്. റിസർവ്സ് 5450 കോടി ഓൾറെഡി പറഞ്ഞു. ഇതിനെല്ലാം പുറമെ ഇൻട്രൻസിക് വാല്യൂ നോക്കിയ സമയത്ത്, കമ്പനീൻ്റെ ഇൻട്രൻസിക് വാല്യൂ നോക്കിയ സമയത്ത് 698 രൂപ ഇൻട്രൻസിക് വാല്യൂ കമ്പനിയാണ്. ഷെയറാണ് ഇപ്പോൾ 535 രൂപയിൽ കിടക്കുന്നത്. അതിൻ്റെ ഇയർ ഹൈ 631 വരെ പോയിട്ടുണ്ട്. ഇയർ ഹൈ ഒക്കെ വളരെ എളുപ്പത്തിൽ പോകും. P റേഷ്യോ 12.61 ആണ്. അതായത് നമ്മളിപ്പോൾ ഇൻഡസ്ട്രിയൽ PE കൺസിഡർ ചെയ്യുകയാണെങ്കിൽ തന്നെ 1200 റുപ്യയിൽ മേലെ ട്രേഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണിത്. ബുക്ക് വാല്യൂ 219 റുപ്യുണ്ട്. EPS 42.44 ആണ്. 437 കോടി ഇയർ ഓൺ ഇയർ ബേസിൽ വളർച്ചയുള്ള EPS വളർച്ചയുള്ള ഒരു കമ്പനിയാണ് വെൽസ്പൻ കോപ്പ്. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഓൾറെഡി 1ൽ കുറവാണ്. 0.7 ഉള്ള കമ്പനീൻ്റെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഇന്ന് വീണ്ടും കുറഞ്ഞ് 0.34 ആയിട്ടുണ്ട്. ഹൈ പെട്രോസ്കി സ്കോറിൽ 8 ഹൈ പെട്രോസ്കി സ്കോർ 8 ഉള്ള വളരെ കുറച്ച് കമ്പനീസ് ഒന്നാണ് വെൽസ്പൻ കോപ്പ്. ഞാൻ ഓൾറെഡി പറയുന്നുണ്ട്, ലാസ്റ്റ് 3 കൊല്ലത്തെ റവന്യൂ ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും കൺസിഡർ ചെയ്താണ് ഒരു പെട്രോസ്കി സ്കോർ തയ്യാറാക്കുന്നത്. അതിൽ 8-7 മേലുള്ള കമ്പനീസൊക്കെ നല്ലതാണ് പറയപ്പെടുന്നത്. ഡിവിഡൻറ്റ് ലാസ്റ്റ് 5 കൊല്ലമായിട്ട് 5 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് കമ്പനിയാണ്. ഈ കൊല്ലം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വാങ്ങിയിട്ട് 28-ാം തീയതി വരെ, ഈ മാസം 28-ാം തീയതി ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ 5 രൂപ ഡിവിഡൻഡ് എല്ലാവർക്കും കിട്ടുന്നതാണ്. പിന്നെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, പ്രൊമോട്ടേഴ്സ് എടുത്ത് ഇപ്പോഴും 50% സ്റ്റേക്ക് ഉണ്ട്. പ്രൊമോട്ടേഴ്സ് റീസിൽ അത് ഇൻക്രീസ് ചെയ്തതാണ്. 49.96 ഉള്ളത് മെല്ലെ കൂട്ടി 50.14 ആക്കി മാറ്റി. പ്രൊമോട്ടേഴ്സ് തന്നെ, അതിൻ്റെ അർത്ഥം പ്രൊമോട്ടേഴ്സിന് കമ്പനി മേലുള്ള കോൺഫിഡൻസ് ആണ്.
FISൻ്റെ അടുത്ത് 10% സ്റ്റേക്കും DAOസും മ്യൂച്വൽ ഫണ്ട്സിൻ്റെ അടുത്ത് 17% കൂടെ സ്റ്റേക്കുള്ള കമ്പനിയാണ് ഓർത്ത് വെക്കുക. മ്യൂച്വൽ ഫണ്ട്സ് റീസെൻ്റ്ലി 4.96-ന് 6.35 ഇൻക്രീസ് ചെയ്ത് FIS 10.56-ന് 10.70 ഇൻക്രീസ് ചെയ്ത് ഒരു സിംഗിൾ ഷെയർ വരെ പ്രൊമോട്ടേഴ്സ് പ്ലഡ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ 50,000-ന് മേലെ പ്രസൻസുള്ള രാജ്യമാണ്. അതിന് പുറമെ 30,000 എംപ്ലോയീസും കൂടെ ഉള്ള എംപ്ലോയീസ് ഉള്ള ഒരു കമ്പനിയാണ് വെൽസ്പൻ കോപ്പ്. പിന്നെ ഒരുപാട് ചാലഞ്ചിങ് പ്രോജക്ട്സ് വേൾഡ് ഓവർ ഉള്ള വെറും ചാലഞ്ചിങ് പ്രോജക്ട്സ്, ഈ ഏറ്റവും വലിയ വേൾഡിലെ ഏറ്റവും ഡീപ്പസ്റ്റ് പൈപ്പ് ലൈൻ ഉണ്ടാക്കിയ കമ്പനി വെൽസ്പൻ കോപ്പാണ്. വേൾഡിലെ ഏറ്റവും ഹെവിയസ്റ്റ് പൈപ്പ് ലൈൻ ഉണ്ടാക്കിയ കമ്പനി വെൽസ്പൻ കോപ്പാണ്. അതുപോലെ തന്നെ വേൾഡിലെ ലാർജസ്റ്റ് പൈപ്പ് ലൈൻ ഉണ്ടാക്കിയ കമ്പനി വെൽസ്പൻ കോപ്പാണ്. അതായത് അതിൻ്റെ എക്സിക്യൂഷണൽ പവറാണ് ഞാൻ ഇതിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓവറോൾ ഓർഡേഴ്സ് കിട്ടുന്നത്. സോ വെൽസ്പൻ കോപ്പ് പ്രസൻറ്റ് റേറ്റ് 535 ആണ്. അത് വാങ്ങാം. ഇനിയിപ്പോൾ താഴെ വന്നാലും ഹോൾഡ് ചെയ്യുക. 471 നല്ലൊരു ബേസാണ്. അപ്പോൾ അക്യുമുലേറ്റ് ചെയ്യുക. 700 രൂപ ടാർഗറ്റ് വെച്ച് ഇപ്പം വാങ്ങാം. ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് 1000 1000 എബോ 1200 വരെ പോകാൻ സാധ്യതയുള്ള കമ്പനിയാണ് വെൽസ്പൻ കോപ്പ്. സോ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് കണ്ണും പൊട്ടി വാങ്ങി വെക്കാൻ പറ്റിയ സ്റ്റോക്കാണ് വെൽസ്പൻ കോപ്പ്. ഒരു വിധത്തിലും നെഗറ്റീവ്സ് ഒന്നും ഇല്ലാത്ത കമ്പനിയാണ്. 5 രൂപ ഫേസ് വാല്യുള്ള കമ്പനിയാണ്. സോ ആസ് യൂഷ്വൽ ഞാനൊരു SEBI രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ സ്വന്തം പഠിച്ചിട്ട് അല്ല നിങ്ങളെ അഡ്വൈസ് ചോദിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം വീഡിയോസ് നിങ്ങൾ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അയച്ചു കൊടുക്കുക. താങ്ക് യു വെരി മച്ച് ഫോർ ഓൾ യു പേഷ്യൻ്റ് ലിസണിങ്. താങ്ക് യു.